Good morning, all. Today we are discussing the topic planning education development in India. The unit name titled as Planning Education Development in India. നമ്മുടെ contemporary education and India, contemporary Indian education എന്നുള്ള ടോപ്പിക്കിലെ ഫിലോസഫിയിലെ ഫിഫ്ത്ത് യൂണിറ്റ് ആണ് പ്ലാൻഡ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റ്. സോ education planning എന്ന് പറഞ്ഞാൽ it may be defined as a systematic design of action for realizing of educational aims and objective for individual and social development through maximum utilization of available resources. എഡ്യൂക്കേഷൻ പ്ലാനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സിസ്റ്റമാറ്റിക് ഡിസൈൻ. പ്ലാനിങ് എന്ന് പറയുന്നത് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഡിസൈനിങ്ങിനാണ് നമ്മൾ പൊതുവെ പ്ലാനിങ് എന്ന് പറയാറുള്ളത്. വെൽ പ്ലാൻഡ് ഹാഫ് ഡൺ എന്ന് നമ്മളൊരു പ്രോവേർബ് പോലെ പറയുന്ന ഒരു കാര്യമാണ്. ഏത് സാധനമാണെങ്കിലും വെൽ പ്ലാൻഡ് ആണെങ്കിൽ അത് ഹാഫ് ഡൺ. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന്റെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെതായ ഇതിൽ നമ്മൾ ഓരോന്നിനും എത്ര ഡേയ്സ് മാറ്റി വെക്കണം, എത്ര അവർ മാറ്റി വെക്കണം, ഇങ്ങനെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഉണ്ടെങ്കിൽ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡ്യൂരിങ് ദ എക്സാം നമുക്ക് കൃത്യമായ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഉണ്ടാവണം. അപ്പോൾ ഏത് കാര്യത്തിലും സിസ്റ്റമാറ്റിക് ഡിസൈൻ ഉണ്ടാവുക, പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഡിസൈൻ ഓഫ് ആക്ഷൻ ഫോർ റിയലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ എയിംസ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് ഡിസൈൻ ആണ്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, അത് വ്യക്തിയുടെ വികാസത്തിനും സാമൂഹിക വികാസത്തിനും ത്രൂ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിലവിൽ ലഭ്യമായിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും വികാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ സാർത്ഥകമാക്കാൻ, അല്ലെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യാൻ, അതിനെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റമാറ്റിക് ഡിസൈൻ ഓഫ് ആക്ഷനെയാണ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ പ്ലാനിങ് മീൻസ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഡിസൈൻ ഓഫ് ആക്ഷൻ ഫോർ റിയലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ത്രൂ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ് എന്നാണ് എഡ്യൂക്കേഷൻ പ്ലാനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പ്ലാനിങ്ങിനെ നമുക്ക് 5 ടൈപ്സ് ആയിട്ട് പറയാവുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിങ്, ദെൻ അക്കാഡമിക് ഓർ കരിക്കുലർ പ്ലാനിങ്, ദെൻ കോ കരിക്കുലർ പ്ലാനിങ്, ദെൻ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്, ഫിഫ്ത്ത് വൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇങ്ങനെ 5 ടൈപ്സ് ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിനെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ്, നമുക്കറിയാം ദ വേർഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ. അക്കാഡമിക് ഓർ കരിക്കുലർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അതിൽ നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ പോർഷൻ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും. ദെൻ തേർഡ് വൺ കോ കരിക്കുലർ പ്ലാനിങ്, കുറേ അധികം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എപ്പോൾ ആർട്സ് ഫെസ്റ്റ് എപ്പോൾ നടത്തണം, അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റ് എപ്പോഴും നടത്തണം, ഇത്തരം കാര്യങ്ങൾക്കുള്ള ഇയർ പ്ലാനിങ് ഉണ്ടാവും. ദെൻ ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ്, എങ്ങനെയാണ് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്, അവർക്ക് എങ്ങനെയാണ് നമ്മുടെ മെത്തഡ് ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പ്ലാനിങ്ങുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സാധനം കൂടിയാണ് സ്ഥാപനപരമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് പ്ലാനിങ് ആണ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിനെ നമ്മൾ പറയുന്നത്. ഞാൻ നമ്മൾ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിനെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്ലാൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഈസ് ക്ലോസ്ലി റിലേറ്റ് ടു 5 ഇയേഴ്സ് പ്ലാൻ. നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന 5 ഇയേഴ്സ് പ്ലാനിലൂടെയാണ് ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും വളരെ പ്ലാൻഡ് ആയിട്ട് നടന്നിരുന്നത്. പ്ലാൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ശരിക്കും 5 ഇയേഴ്സ് പ്ലാനുകൾ കൊണ്ടുവന്നത്. പക്ഷേ 2015 അത് നീതി ആയോഗായിട്ട് അതിനെ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് 5 ഇയേഴ്സ് പ്ലാൻസ് എന്തൊക്കെയാണ് കാര്യമായിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്.
5 years plans എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് നാഷണൽ എക്കണോമിക് പ്രോഗ്രാംസ് ആണ്. കേന്ദ്രീകൃതമായിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള നാഷണൽ എക്കണോമിക് പ്രോഗ്രാംസിനാണ് നമ്മൾ 5 years പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയും. ഈച്ച് 5 years പ്ലാൻ ഫോക്കസ് ഓൺ ദി ഡെവലപ്മെന്റ് ഓഫ് വേരിയസ് ത്രസ്റ്റ് ഏരിയാസ്. ഓരോ 5 years പ്ലാൻസിനും നമ്മുടെ സമഗ്രമായ രാജ്യത്തിന്റെ വികാസത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ അതിനുണ്ടാവും. ചില പ്രത്യേക ട്രസ്റ്റ് ഏരിയാസ് അവർ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഓരോ 5 years പ്ലാനുകളും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുകയും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ 5 years പ്ലാൻസിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ, എവർ സിൻസ് ദ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ ഡെവലപ്മെന്റൽ പ്ലാൻസ് ഫോർ എ പീരീഡ് ഓഫ് 5 years ആർ ബീങ് ഡെവലപ്ഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ. ശരിക്കും ഈ 5 year പ്ലാൻസ് എല്ലായ്പ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് കമ്മീഷനാണ്. റിസീവ് ഫ്രം സ്റ്റേറ്റ്. അവർ ഈ പ്ലാനിംഗ് കമ്മീഷൻ 5 years പ്ലാനുകൾ ഉണ്ടാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ ഇൻപുട്സുകൾ, സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഇൻപുട്സുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ ഈ 5 years പ്ലാനുകൾ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഫ്രെയിം ചെയ്യുന്നത്. പിന്നീട് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നീതി ആയോഗായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2015 നീതി ആയോഗായിട്ട് ഈ പ്ലാനിംഗ് കമ്മീഷൻ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. നീതി ആയോഗ് എന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതിൻ്റെ ഒരു നീതി ആയോഗിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. അത് 2015 പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത് നീതി ആയോഗിലൂടെ. ഇത് ഫസ്റ്റ് 5 year പ്ലാൻ. ഇനി ഒരു 5 year പ്ലാൻ എടുക്കുമ്പോൾ ഫസ്റ്റ് 5 year പ്ലാൻ അറൌണ്ട് 7.9 ഓഫ് ദ ടോട്ടൽ പ്ലാൻ വാസ് അലോട്ടഡ് ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ ടോട്ടൽ പ്ലാനിന്റെ ഒരു 7.9 ഭാഗത്തോളം അതിനെ എഡ്യൂക്കേഷന് വേണ്ടിയായിരുന്നു നമ്മുടെ ഫസ്റ്റ് 5 year പ്ലാനിൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലാനുകളിൽ ഇത് 5.8ഉം 6.9ഉം ആയത് ടോട്ടൽ പ്ലാനിന്റെ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ ദ നയൻത് പ്ലാനിൽ എത്തിയപ്പോൾ 3.5 ആണ് നമ്മൾ നീക്കി വെച്ചത്, എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചത്, നമ്മുടെ ടോട്ടൽ ഔട്ട്ലൈൻ്റെ മാറ്റിവെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഫസ്റ്റ് 5 year പ്ലാനിന്റെ അവസാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ടുവേർഡ്സ് ദ 5 year പ്ലാൻ ഇൻ 1956 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT-കൾ ഇന്ത്യയിൽ ആരംഭിച്ചു. ഇനീഷ്യേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ കൺട്രി. രാജ്യത്തുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇനീഷ്യേറ്റ് ചെയ്തു. ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് 5 year പ്ലാനിൽ തന്നെ എന്ന് നമുക്ക് കാണാൻ പറ്റും. The Planning Commission of India stressed the need for universal primary education more for health of students and mothers rather than on the education itself. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയുടെ നീഡ് ഫോർ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ എൻ്റെ നീഡിനെ സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദ ഹെൽത്ത് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് മദേഴ്സ്. അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് മദേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും rather എഡ്യൂക്കേഷൻ ഇറ്റ്സെൽഫ്, വളരെ ബേസിക് നീഡായിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിസ് ഗേവ് റൈസ് ടു ഡെവലപ്മെന്റ് ഓഫ് സെവറൽ സ്കൂൾസ് ഈവൻ ഇൻ റൂറൽ ഏരിയാസ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ദിസ് ഗേവ് റൈസ് ടു ഡെവലപ്പ് സെവറൽ സ്കൂൾസ് ഈവൻ ഇൻ റൂറൽ ഏരിയാസ്. പഞ്ചായത്ത്സ് were given the funds and authority to start schools at താലൂക്ക് ലെവൽ. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ സ്കൂളുകൾ തുടങ്ങാൻ പറ്റിയതും. അതേപോലെ തന്നെ പഞ്ചായത്തുകൾക്കൊക്കെ ഫണ്ടുകൾ അലോട്ട് ചെയ്യപ്പെട്ടു. താലൂക്ക് ലെവലിലൊക്കെ സ്കൂളുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഈ 5 years പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണമാണ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. These steps gave birth to several pre-primary and primary schools in rural India. ഇങ്ങനെ നമ്മളെ പ്ലാനിംഗ് കമ്മീഷൻ എടുത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ ഒരുപാട് പ്രൈമറി ആൻഡ് പ്രീ പ്രൈമറി സ്കൂളുകൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായത് എന്ന് കാണാൻ കഴിയും. The boost in the education sectors resulted in positive change in the education sector in India. ഈ ഒരു കാര്യം എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊടുത്ത ഒരു ബൂസ്റ്റ്, പ്ലാനിംഗ് കമ്മീഷൻ വഴി കൊടുത്ത
ഈ ഒരു പരിഗണന ഇന്ത്യയിലെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയൊരു കാരണമായി എന്നാണ് പറയുന്നത്. ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം, വലിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സിസ്റ്റങ്ങളിൽ ഒന്നാണ്. വിത്ത് മോർ ദാൻ 1.5 മില്യൺ സ്കൂൾസ്, 8.5 മില്യൺ ടീച്ചേഴ്സ് ആൻഡ് 250 മില്യൺ ചിൽഡ്രൻ. അത്രത്തോളം സ്കൂളുകൾ, 1.5 മില്യൺ സ്കൂൾസ് ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ പറയുന്ന മറ്റൊരു 5 ഇയർ പ്ലാൻ ആണ് 11th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിൽ ദ ത്രസ്റ്റ് ഏരിയാസ് ഫോർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, ഈ ഒരു എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റുമായിട്ട് ഈ പ്ലാനിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചെറിയ ചില കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങളാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഒന്ന്, അച്ചീവ് 80% ലിറ്ററസി റൈറ്റ്. 11th 5 ഇയർ പ്ലാനിൽ പറഞ്ഞ കാര്യമാണ് 80% ലിറ്ററസി റൈറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. വേറൊരു പോയിന്റാണ് റെഡ്യൂസ് ജെൻഡർ ഗ്യാപ്പ് ഇൻ ലിറ്ററസി അറ്റ് ടു 10%. നമ്മുടെ രാജ്യത്തുള്ള ലിറ്ററസിയുമായി ബന്ധപ്പെട്ടുള്ള ജെൻഡർ ഗ്യാപ്പ് ഒരു 10%ലേക്ക് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്. റെഡ്യൂസ് റീജിയണൽ സോഷ്യൽ ആൻഡ് ജെൻഡർ ഡിസ്പാരിറ്റീസ്. പ്രാദേശികവും സാമൂഹികവും ലിംഗപരവുമായിട്ടുള്ള ഡിസ്പാരിറ്റീസ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമായിരുന്നു. എക്സ്റ്റെൻഡ് കവറേജ് ഓഫ് NLM, നാഷണൽ ലിറ്ററസി പ്രോഗ്രാംസ്, ടു 35+ ഏജ് ഗ്രൂപ്പ്. നാഷണൽ ലിറ്ററസി പ്രോഗ്രാമിന്റെ കവറേജ്, അതിന്റെ ഒരു പരിധിയിൽ 35+ ഏജ് ഗ്രൂപ്പിനെയൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു പ്ലാന്റെ 5 ഇയർ പ്ലാന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു എയിം ആയിരുന്നു. അതേപോലെ തന്നെ സ്പെഷ്യൽ ഫോക്കസ് ഓൺ SC/ST ആൻഡ് മൈനോറിറ്റീസ് ആൻഡ് റൂറൽ വിമൺ, ഇവരൊക്കെ സ്പെഷ്യൽ ഫോക്കസ് ചെയ്യുക. ദെൻ ഫോക്കസ് ആൾസോ ഓൺ ലോ ലിറ്റററി സ്റ്റേറ്റ്സ്, ട്രൈബൽ ഏരിയാസ്, അതർ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ് ആൻഡ് അഡോളസൻസ്. ഇങ്ങനെയുള്ള ലോ ലിറ്ററസി സ്റ്റേറ്റ്സിനെയും ട്രൈബൽ ഏരിയാസിനെയും ഒക്കെ ഫോക്കസ് ചെയ്യുക. ദെൻ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, നമ്മൾ മറ്റൊരു യൂണിറ്റിൽ അതിനെക്കുറിച്ച് വിശാലമായി പഠിച്ചിട്ടുണ്ട്. അത് 11th 5 ഇയർ പ്ലാന്റെയും ഒരു എയിം ആയിരുന്നു. ദെൻ അച്ചീവ്മെന്റ് ഓഫ് ഫുൾ അഡൽട്ട് ലിറ്ററസി, ഒരു ഫുൾ അഡൽട്ട് ലിറ്ററസി എന്ന് പറയുന്ന അച്ചീവ്മെന്റ് ഇതിന്റെ ഒരു എയിം ആയിരുന്നു. റൈസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്, എല്ലാ ലെവലിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഈ ഒരു 5 ഇയർ എഡ്യൂക്കേഷൻ പ്ലാൻ, 5 ഇയർ പ്ലാനിന്റെ ഒരു എഡ്യൂക്കേഷൻ പ്ലാൻസിൽ പെട്ട കാര്യങ്ങളായിരുന്നു. ഇതാണ് പ്രധാനമായിട്ടും അതിൽ പറയാം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയും, ഇന്ത്യയിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 3 എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, അതിൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് 1986 ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 1968 ശരിക്കും എഡ്യൂക്കേഷണൽ പോളിസി, നമ്മുടെ കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷന് ശേഷം അങ്ങനെ ഒരു പോളിസി ആദ്യമായിട്ടൊരു ആശയം വരുന്നതും ഒരു രൂപീകരണം ഒരു പോളിസിയുടെ സാധനം വരുന്നതും. പക്ഷെ അത് അത്ര എഫക്റ്റീവായിട്ടോ അത്ര പോപ്പുലർ ആയിട്ടോ വന്നില്ല. 86 എഡ്യൂക്കേഷൻ പോളിസിയാണ് ഒരു ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി പോലെ ആ ഒരു ലെവലിലേക്ക് വന്നത്. ദെൻ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള 2020 എഡ്യൂക്കേഷൻ പോളിസി, ഈ 3 എഡ്യൂക്കേഷൻ പോളിസികൾ നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ 86 പറയുമ്പോൾ നമ്മൾ അതിനുശേഷം വന്ന റിവൈസ്ഡ് എഡ്യൂക്കേഷൻ പോളിസീസ് ഉണ്ട്, രാമമൂർത്തി കമ്മീഷനും ജനാധിപത്യ കമ്മീഷനും ഒക്കെ ഉണ്ട്. അത് അതിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യമാണ്. ഏതായാലും ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ടും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സ്വാധീനിച്ചത്, ഡെവലപ്മെന്റിനെ സ്വാധീനിച്ചത്. അതേപോലെ നമുക്ക് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ ഓർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ ഓർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിനുശേഷം വന്നിട്ടുള്ള ഈ പോളിസികൾ, ഇതൊക്കെയും എല്ലാം എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട്, ഇതൊക്കെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ തുടർച്ചയെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഇവന്റുകളാണ്, സംഭവ വികാസങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ മറ്റു ഇനീഷ്യേറ്റീവ്സ്, നമ്മൾ ഈ പറഞ്ഞ പോളിസി, അതേപോലെ തന്നെ കമ്മീഷന് പുറമെ ഈ കമ്മീഷന്റെയും പോളിസിയുടെയൊക്കെ നിർദ്ദേശാനുസരണം കുറേയധികം മറ്റു ഇനീഷ്യേറ്റീവ്സും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവാണ്, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീം ഓർ ഗവൺമെന്റ് ഏജൻസീസ്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് NCERT എന്നുള്ളത്. NCERT എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് NCERT. It's an autonomous organization set up in 1961 by the government of India to assist and advise the central and state government on policies and programs of qualitative improvement in the school education.
ശരിക്കും പിന്നെ ഇന്ത്യയിലെ അതർ ഇനീഷ്യേറ്റീവ് ഫോർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആണ് NCERT എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്റ്റേറ്റ് ലെവൽ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു കൗണ്ടർ പാർട്ടാണ് SCERT എന്ന് പറയുന്നത്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന SCERT. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതും കൂടി NCERT പറയുമ്പോൾ SCERTയും പറയാം. ദെൻ UGC എന്ന് പറയുന്ന ഒരു ബോഡി, ഇത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ്. ഇതിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ്. ദ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ 1956. ഇത് 1956 പാർലമെന്റ് ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ഫോർ ദ കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. കോളേജ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ, അതിന്റെ കോർഡിനേഷന് വേണ്ടി, സ്റ്റാൻഡർഡൈസേഷന് വേണ്ടി, റിസർച്ചിന് വേണ്ടിയൊക്കെയാണ് UGC നിലവിൽ വന്നത്. അതേപോലെ ഈ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് NCTA ഉണ്ട്, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന പിന്നെ NAC, അതേപോലെ തന്നെ ഇറ്റ്സ് അസസ്മെന്റ് ബോഡി ആണെങ്കിലും NAC എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെന്റ് ഏജൻസീസ് പറയുകയാണെങ്കിൽ SSA, RMSA, അതേപോലെ തന്നെ റൂസ, ഇതൊക്കെയും ഗവൺമെന്റിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റങ്ങളാണ്, പോളിസീസ് ആണ്, ഇനീഷ്യേറ്റീവ്സ് ആണ്. അപ്പൊ അതൊക്കെയും ഈ വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യും. അതൊക്കെ നമുക്ക് ഈ ഒരു വിശാലമായ ഒരു അർത്ഥത്തിൽ ഇതിനൊക്കെ നമ്മളെ ഇന്ത്യയിലേക്ക് ഈ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷന്റെ ഫിനാൻസിങ്. 5 ഇയർ പ്ലാൻസിൽ ഫിനാൻസിങ് കൃത്യമായിട്ട് ഒരു എഡ്യൂക്കേഷനും എത്ര പെർസെൻറ്റേജ് ആണ് അനുവദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഇതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണ്. അപ്പം ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്, അത് ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 ലിസ്റ്റുകളാണുള്ളത്. ഒന്ന് സെൻട്രൽ ലിസ്റ്റ്, ദെൻ സെക്കൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്, തേർഡ് വൺ കൺകറന്റ് ലിസ്റ്റ്. സെൻട്രൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ നേരിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്വിച്ചേഴ്സ് അല്ലെങ്കിൽ അതേപോലെ റെയിൽവേ, ഇത്തരം കാര്യങ്ങൾ, പോസ്റ്റൽ സർവീസസ്, ഇതൊക്കെ സെൻട്രൽ കാര്യങ്ങളാണ്. സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ പോലീസ് സംവിധാനം, അതേപോലെ പിന്നെ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സ്, അങ്ങനെയുള്ള സാധനം, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ വരുന്നത്. എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഹാവ് ഈക്വൽ റൈറ്റ് ഓർ ഈക്വൽ power in these list, in these deeds. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയാം. സ്റ്റേറ്റിനും അതേപോലെ തന്നെ സെൻട്രലിനും ഈക്വൽ പവറുള്ള, ഈക്വൽ അധികാരമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഫിനാൻസിങ്ങിന്റെ വിഷയത്തിൽ അതേപോലെ തന്നെ നാഷണൽ ഫണ്ടിങ് ഉണ്ടാകും, സ്റ്റേറ്റ് ലെവൽ ഫണ്ടിങ് ഉണ്ടാകും. നാഷണൽ ലെവൽ ഫണ്ടിങ്, സ്റ്റേറ്റ് ലെവൽ. നാഷണൽ ലെവൽ ഫണ്ടിങ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അതേപോലെ തന്നെ ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ഒരു സാധനമാണ്. ഗ്രാൻഡുകൾ, പല ഗ്രാൻഡുകളും സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗ്രാൻഡുകൾ ഉണ്ടാവും. ഈ ഫണ്ടിനെ മാനേജ് ചെയ്യാന്ന് പറയുന്ന സാധനം വരും. പ്രൈവറ്റ് ഫണ്ടിങ് ഇതിനകത്തേക്ക് വരുന്നുണ്ട് ഇന്ത്യയിൽ. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ്, ഇതൊക്കെ ഇതിന്റെ വ്യത്യസ്ത കോമ്പോണൻസ് എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയിൽ. നമ്മൾ ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ വേരിയസ് സോഴ്സസ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വേരിയസ് സോഴ്സ് ഇൻക്ലൂഡ് ചെയ്തതാണ്, ഇൻക്ലൂഡിങ് ഗവൺമെന്റ് അലൊക്കേഷൻ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. അതിൽ ഗവൺമെന്റ് അലൊക്കേഷൻ ഉണ്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതിൽ റിലേഷൻ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദ ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യ ഇൻവോൾവ്സ് എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് തന്നെയും ഇതിൽ ഒരു ഫണ്ട് അലൊക്കേറ്റ് ചെയ്യുമ്പം അത് നേരിട്ട് എഡ്യൂക്കേഷനിലേക്ക് അലോട്ട് ചെയ്യില്ല, അത് പിന്നെ ഒരു സ്റ്റേറ്റിന് കൊടുക്കും, അതുവഴി അതിനെ ഇംപ്ലിമെന്റിലേക്ക് കൊണ്ടുവരും. നമുക്കിപ്പോൾ PM ശ്രീയുടെ ഭാഗമായിട്ട് ചർച്ച നടന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. PMCയിൽ സെൻട്രൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് 40% അതിന്റെ ഫണ്ട് അനുവദിക്കുക സെൻട്രൽ ഗവൺമെന്റും, 60% സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇങ്ങനെ ഒരു പിന്നെ ജോയിനിങ് എഫേർട്ടാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. The central government is responsible for creating policies related to education. അതിന്റെ പോളിസി ക്രിയേറ്റ് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്.
അതുകൊണ്ട് തന്നെയാണ് പല പോളിസി ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ ആൻഡ് അലൊക്കേറ്റിംഗ് ഫണ്ട് ടു ദ സ്റ്റേറ്റ്, സ്റ്റേറ്റുകൾക്ക് ഫണ്ട് കൊടുക്കും. വൈൽ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ദീസ് പോളിസീസ് ആൻഡ് മാനേജിംഗ് ദ ഫണ്ട്. ഈ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യാനും ഫണ്ടുകൾ മാനേജ് ചെയ്യാനും സ്റ്റേറ്റ് ഗവൺമെന്റിന് റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പോളിസികൾ പൂർണ്ണമായി ഫോളോ ചെയ്താലേ, ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താലേ നമ്മൾ ഫണ്ട് തരികയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. സെൻട്രൽ ഗവൺമെന്റ് പോളിസി ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ പോളിസിയുടെ തുടർച്ചയായിട്ടാണ് അവർ പലപ്പോഴും ഫണ്ട് അലോട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ നിലവിലുള്ള അവരുടെ രാജ്യത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് എഡ്യൂക്കേഷൻ ത്രൂ സെവറൽ സ്കീംസ്, വ്യത്യസ്ത സ്കീംസുകളിലൂടെയാണ്. നമ്മൾ എക്സാമിന് മേജർ സ്കീംസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഒക്കെ ചോദിച്ചാൽ ഈ സ്കീംസുകളൊക്കെയാണ് എഴുതുന്നത്. സർവശിക്ഷ അഭിയാൻ ഒരു സ്കീമാണ്, SSA. രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ മറ്റൊരു സ്കീമാണ്. റൂസ, ഇപ്പൊ SSA എന്ന് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമാണ്. RMSA എന്ന് പറഞ്ഞാൽ സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കീമാണ്. റൂസ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കീമാണ്. ഇങ്ങനെ വ്യത്യസ്ത സ്കീമിലൂടെ അല്ലെങ്കിൽ പദ്ധതികളിലൂടെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ ഫണ്ടുകളൊക്കെ അലോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. These schemes provide financial assistance to states for various aspects of education. എഡ്യൂക്കേഷന്റെ വ്യത്യസ്ത ആസ്പെക്ട്സിൽ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നു, ഇൻക്ലൂഡിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടീച്ചർ ട്രെയിനിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഈ സ്കീമുകൾ വഴി, അല്ലെങ്കിൽ വ്യത്യസ്ത ഇപ്പം PMശ്രീ ഒരു സ്കീമാണ്, അങ്ങനെ വ്യത്യസ്ത സ്കീമുകൾ വഴി എന്ത് ചെയ്യുന്നു, ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻ അഡീഷൻ ടു ദീസ് സ്കീംസ്, ദ സെൻട്രൽ ഗവൺമെന്റ് ആൾസോ പ്രൊവൈഡ്സ് ഫണ്ടിങ് ടു സെവറൽ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കുറേയധികം ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തുണ്ട്, അവർക്കും ഫണ്ട് അലോട്ട് ചെയ്യുന്നുണ്ട്. IITs, ഇന്ത്യൻ IIMs ആൻഡ് NITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇവർക്കൊക്കെയും ഫണ്ട് അലോട്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. കാരണം അത് സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡികളാണ് അത് എന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. ഓരോ സ്റ്റേറ്റിലും മിനിമം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഡയറക്റ്റ് ഫണ്ട് ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലായിട്ടാണ് ഫണ്ടിങ് ഉണ്ടാകുന്നത്. The state government are responsible for financing and managing education at the state level, including primary, secondary and higher education. സ്റ്റേറ്റ് ലെവലാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നത്. പ്രൈമറി, ഹയർ എഡ്യൂക്കേഷൻ, സെക്കൻഡറി ഒക്കെ സ്റ്റേറ്റ് ലെവലിലുള്ള ഫണ്ടിങ്ങിന്റെ റെസ്പോൺസ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ദേ റിസീവ് ഫണ്ടിങ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. അവർക്ക് സെൻട്രലിൽ നിന്ന് ഫണ്ട് കിട്ടും. അത് റെസ്പോൺസിബിൾ ആയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആൻഡ് ആൾസോ ജനറൽ റവന്യൂ ത്രൂ ടാക്സസ് ആൻഡ് ഫീസ്. അതേപോലെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്, ടാക്സിലും ഫീസിലൂടെയും ഒക്കെ. നാഷണൽ ലെവൽ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ്. നാഷണൽ ലെവലിൽ ഇന്ത്യ ദ ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൈമർലി മാനേജ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കുറച്ച് മുമ്പൊക്കെ അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആയിരുന്നു. ഇപ്പോൾ HRD മിനിസ്ട്രി ആയിരുന്നു. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് തന്നെ. ഇടക്കാലത്ത് ആദ്യം ഇന്ത്യയുടെ സ്വതന്ത്രാധികാരത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു, പിന്നീട് HRD ഡിപ്പാർട്ട്മെന്റ് ആയി മാറി, മിനിസ്ട്രി ആയി മാറി, പിന്നെ വീണ്ടും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആയി മാറിയിട്ടുണ്ട്. വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേറ്റിംഗ് പോളിസീസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. അവരാണ് പോളിസി ക്രിയേറ്റ് ചെയ്യുന്നവർ. അതേപോലെ തന്നെ ഫിനാൻസിങ്ങിന്റെ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. They are also responsible for the allocation of funds to various educational schemes and programs. ഈ സ്കീംസുകളൊക്കെ നമ്മൾ പറഞ്ഞ PMശ്രീ ആണെങ്കിലും SSA ആണെങ്കിലും RMSA ആണെങ്കിലും ഇതിനൊക്കെ ഫണ്ട് അലോട്ട് ചെയ്യുന്നത് UGC ആണെങ്കിലും അല്ലെങ്കിൽ NCERT ആണെങ്കിലും ഇവർക്കൊക്കെ ഫണ്ട്, NCT ആണെങ്കിലും ഫണ്ട്, NAC-നാണെങ്കിലും ഇതിനൊക്കെ ഫണ്ട് അലോട്ട് ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനിപ്പം പിന്നെ നമുക്കിപ്പോൾ ഫെലോഷിപ്പ്, JRF, SRF അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്ത ഫെലോഷിപ്പുകളൊക്കെ ഇതൊക്കെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ്. ദെൻ ശരിക്കും ബിഫോർ 2 years വരെ നമ്മുടെ രാജ്യത്ത് JRFന്റെ ഈക്വൽ ഫണ്ടുള്ള ഒരു ഫെലോഷിപ്പ് ആയിരുന്നു നാഷണൽ ലെവലിലുള്ള മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. പക്ഷെ അതിപ്പം ക്ലോസ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് അത് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അതിനൊക്കെ അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആ ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് അവരുടെ അധികാരത്തിന് കീഴിലുള്ളതായതുകൊണ്ട് അവരതങ്ങനെ ആ തീരുമാനങ്ങൾ എടുക്കുന്നു.
Then state level. In India, the financing of education at state level is primarily the responsibility of the state government. സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി ആണ് ഇന്ത്യയിൽ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ലെവൽ, സെൻട്രൽ ലെവൽ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും അതിനെ കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫണ്ടിങ് ആൻഡ് അഡ്മിനിസ്ട്രിങ് എഡ്യൂക്കേഷൻ വിത്തിൻ ഇറ്റ്സ് ബൗണ്ടറീസ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതിൻ്റെതായ ബൗണ്ടറിക്കകത്ത് ഫണ്ട് അലോട്ട് ചെയ്യാനും അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും അതിനെ കൈകാര്യം ചെയ്യാനൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന് ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ നാട്ടിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, SCRT ഉണ്ട്, അങ്ങനെയുള്ള ബോഡികളൊക്കെ അതിനുവേണ്ടി നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അതിന്റെ ഫിനാൻഷ്യൽ 5-5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫൈനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.